എന്താ എന്തു പറ്റി? ഒന്നുമില്ല. ഓ, കിടന്നുറങ്ങുമ്പോഴും മനുഷ്യനൊരു സ്വൈര്യം തരരുത്. വല്ല പിശാചിനെ സ്വപ്നം കണ്ടിട്ട്. വേണ്ട രത്ന വേണ്ട. വരുന്നുണ്ട് നേരെ നില്ല്. എന്താ? മാഡം ഒരു സർവന്റിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, ഇപ്പോഴാണ് ഒത്തു കിട്ടിയത്. വൈകിട്ട് 5 മണി വരെ ഓക്കെ. സാലറി 200 rupees. എന്താ പേര്? ശാരദ. ബയോഡാറ്റ വലിയ കുഴപ്പമൊന്നുമില്ല. ഇവളുടെ ഭർത്താവ് വേറൊരുത്തിയുടെ കൂടെ പോയി. ഇവളും വിട്ടുകൊടുത്തില്ല. ആളിങ്ങനെ ഇരിക്കെങ്കിലും ഭയങ്കര വാശിക്കാരിയാ. ഇവള് മറ്റോളുടെ ഭർത്താവിനെ സംഘടിപ്പിച്ചുകൊണ്ട് പോന്നു. ഒരു മ്യൂച്വൽ ട്രാൻസ്ഫറിങ്. പൈങ്കില നല്ലപോലെ വായിക്കും. ആഴ്ചയിൽ 4 ദിവസം തറ തുടയ്ക്കാം. സാധനങ്ങൾ മേടിക്കാൻ കടയിൽ പോണെന്ന് പറയരുത്. TV സിനിമയുള്ള ദിവസം താമസിച്ചു പോയാൽ മതി. ആ എന്നാൽ ഇടത് കാലം വെച്ച് കയറി. പ്രേമേട്ടനോടൊന്ന് ചോദിക്കട്ടെ. ഈ സർവന്റിന്റെ പോസ്റ്റിംഗ് ഒക്കെ പെണ്ണുങ്ങളുടെ വകുപ്പല്ലേ? ഇതിലേക്കൊക്കെ എന്തിനാണ് ആണുങ്ങൾ വലിച്ചെടുക്കുന്നത് അല്ലേ ശാരദ? കൊറേ സ്ഥലങ്ങൾ കറങ്ങിയിട്ടുണ്ടല്ലോ. വിവാഹം കഴിഞ്ഞ 1 വർഷം ഹണിമൂൺ ട്രിപ്പ് തന്നെ ആയിരുന്നു. കൊടൈക്കനാൽ, കന്യാകുമാരി, തേക്കടി, കുറ്റാലം, ഊട്ടി, എവിടേക്കാണെന്ന് എനിക്കിപ്പോ നല്ല ഓർമ്മയില്ല. അത്രയ്ക്ക് ചുറ്റി. സുലോചന എവിടൊക്കെ പോയി? ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഞങ്ങളും പോയി. പ്രേമേട്ടന് ലീവില്ലാത്തത് കൊണ്ട് അധിക ദിവസം തങ്ങിയില്ലെന്നേ ഉള്ളൂ. ഇതാരാ? അനിയത്തിയ? അല്ല, ഞാനാ. കല്യാണത്തിന് മുമ്പുള്ള ഫോട്ടോയാ. വിശ്വസിക്കാൻ ഒക്കുന്നില്ല. എന്തൊരു മാറ്റം! അദ്ദേഹം ഒരാളെ ഇങ്ങനെ ആക്കി തീർത്തത്. മുടി ബോബ് ചെയ്യാനും പുരിയം പ്ലക്ക് ചെയ്യാനും ഒക്കെ പറഞ്ഞപ്പോ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര നാണമായിരുന്നു. ഭർത്താവിന്റെ ഇഷ്ടമല്ലേ നമ്മുടെ ഇഷ്ടം. അതുകൊണ്ട് ഞാനങ്ങ് വഴങ്ങിക്കൊടുത്തു. എന്റെ എല്ലാ കാര്യത്തിലും രാജേട്ടന് വലിയ ശ്രദ്ധയാ. പുറത്തു പോകുമ്പോ ഏത് ഡ്രസ് ഇടണമെന്ന് രാജേട്ടനാ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഭർത്താവിനെ കിട്ടുന്നത് ഒരു ഭാഗ്യമാ. ദേവിയോട് എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ, രാജേട്ടന്റെ കാലിൽ ഒരു മുള്ള പോലും കൊള്ളിക്കല്ലേന്ന്. ആ വന്നു. ഇതാ മനസ്സിൽ ഓർത്താ മതി, അപ്പൊ കൺമുൻപിലുണ്ടാവും. ഞാൻ ഇറങ്ങട്ടെ? ഇരിക്കുന്നേ. ഞാൻ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുകയല്ലായിരുന്നെന്ന് അറിയുന്നത് അദ്ദേഹത്തിന് സന്തോഷാ. വന്നിട്ട് അധികം നേരമായോ? കുറച്ചു നേരമായി. സുലുവിന് ചായ കൊടുത്തില്ലേ മോളെ? അത് പിന്നെ ഞാൻ കൊടുക്കാതിരിക്കോ? മോള് മറക്കില്ലെന്ന് എനിക്കറിയാം. എന്നാലും ചോദിക്കേണ്ട എന്റെ മര്യാദയല്ലേ. സുലു ഇരിക്കെ. 1 മിനിറ്റ് മോളിക്ക് വന്നേ. ഇപ്പൊ ശമ്പളം ഇപ്രാവശ്യം കമ്മീഷൻ കൂടുതലുണ്ട്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സ് വാങ്ങിച്ചു കൊടുത്ത വകയിൽ ഒരു 150 രൂപ ചെലവായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സോമശേഖരൻ പിള്ള, പുള്ളിക്ക് ഒരു 300 രൂപ കടം കൊടുത്തു. പിന്നെ ഒരു 200 രൂപ വണ്ടി സർവീസിന്, അത് റീഫണ്ടബിളാ. ഇങ്ങനെ എല്ലാം കൂടെ 350, 250, 650 രൂപ. ബാക്കി എത്രയുണ്ട് നോക്കി. എല്ലാ മാസം എന്തിനാ രാജേട്ടാ ശമ്പളം കൊണ്ടു തന്നിട്ട് എന്നോട് ഇങ്ങനെ കണക്ക് പറയുന്നത്? മോളോടല്ലാതെ ഞാൻ പിന്നെ ആരോടെ ഈ കണക്കൊക്കെ പറയുന്നത്? ഞാൻ ഇറങ്ങട്ടെ. പകലൊക്കെ മോളിവിടെ ഒറ്റയ്ക്കാണ്. സമയം കിട്ടുമ്പോഴൊക്കെ സുലു വരണം. സുലോചനെ, നീ ഇവിടെ നിൽക്കാന്നോ? ചിത്രഗീതം തുടങ്ങാറായി. ആ TV ഒന്ന് ഓൺ ചെയ്തേ. അമ്മ സുധയോട് പറ. അതിന് അവൻ ഇവിടെ ഇരിക്കുന്നോ? കറക്കം കഴിഞ്ഞ് വരാനുള്ള നേരം ആവുന്നതല്ലേ ഉള്ളൂ. എത്രയായി? 13 രൂപ. 12.75 ഉള്ളൂ. പിന്നെന്തിനാ 13 രൂപ? 25 പൈസയല്ലേ കൂടുതൽ ചോദിച്ചുള്ളൂ. അതെന്തിനാ കൂടുതൽ ചോദിക്കുന്നത്? 25 പൈസ വെറുതെ കിട്ടുമോ? ഒരു കൈവണ്ടി കയറ്റാനുള്ള സാധനങ്ങളിലെ കയറ്റിക്കൊണ്ടുവന്നത് 25 പൈസ കൂടുതൽ തന്നാലെന്താ? സാധനങ്ങൾ കയറ്റാൻ പറ്റത്തില്ലെങ്കിൽ അത് അവിടെ വെച്ച് പറയണമായിരുന്നു. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് കൂലിക്ക് വേണ്ടി തർക്കിക്കല്ല വേണ്ടത്. കണ്ടപ്പം തോന്നി മാന്യനാണെന്ന്, അതാ കയറ്റിയത്. വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ കാശ് തരണം സാറേ. എന്താ സുലോചനെ? ഒന്നുമില്ല. ഒച്ച വെച്ച ആളെ കൂട്ടാതെ കൊടുത്തു വിട് പ്രേമേട്ട. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ചോദിക്കുന്നതിന് മര്യാദയൊക്കെ ഉണ്ട്. ഇത്ര പറഞ്ഞ് ഒച്ച വെച്ചല്ലേ? 12.75 രൂപ കൃത്യമായിട്ടുണ്ട്. പോ.
എന്താ? വണക്കം സാർ, ചേച്ചിയില്ലേ? എന്തിനാ? സാറ് ഇൻസ്റ്റാൾമെന്റ് സെൽവമണി വന്നിരിക്കുന്ന പറഞ്ഞാൽ മതി. ആഹാ, താനാണല്ലേ? ആമാ. സാരി വേണ്ട. സാർ ഇനി അടുത്ത മാസം ഞാൻ കൊണ്ടുവരുവേன். நான் இப்ப வந்து கலெக்ஷனுக்காக തനിക്കൊന്നും വേറെ പണിയില്ലടോ. ഇല്ലേ സാർ, இந்த ഒരു പണി താൻ തെറിയും. സ്ത്രീകളെ പറ്റി ജീവിക്കാൻ നടക്കുന്നു. മേലെ സാരിയും കൊണ്ട് ഈ വീടിന്റെ വാതിക്കലെങ്ങനെ തന്നെ കണ്ടുപോയാ എന്റെ വിധം അറിഞ്ഞോ? അത് വന്ന് വൈഫ് നല്ല സാരി കൊടുക്കണത് സാറിന് ഇഷ്ടമില്ലനാ ഇനി ഞാൻ കൊണ്ടുവരാൻ മാട്ടேன். വൈഫിന് ആവശ്യമുള്ള ഞാൻ കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്നുണ്ട്. തന്റെ ഒത്താശയൊന്നും എനിക്ക് വേണ്ട. சார், இந்த கடையில இருந்து வாங்கும்போது கரண்ட் சார்ஜ் ஸ்டாஃபோட சம்பளம், கிம்பளம், சேல் டாக்ஸ், குயில் டாக்ஸ் எல்லாம் சேர்த்து நிறைய காசு ஆயிடும் சார். அங்க இருந்து ஒரு பிளவுஸ் வாங்குறத காசு கொண்டு என் கையில இருந்து ஒரு சாரி வாங்கலாம் சார். இன்ஸ்டால்மெண்ட் ஆகும்போது வாங்குறவங்களுக்கு லாபம், கொடுக்கறவங்களுக்கு லாபம். நஷ்டம். എല്ലാ മാസവും തന്റെ മോന്ത കാണണ്ടോ? കടയിൽ നിന്നാകുമ്പോ അത് വേണ്ടല്ലോ. அது சரி சார், கடையில் ஆகும்போது கடைக்காரனோட மூஞ்சி பார்த்தா போதும். ரொம்ப எடுத்து கொடுக்கற கடையா இருந்தாக்கா இன்னும் அழகான மூஞ்சி பார்க்கலாம். மேடிச்ச சாரிட காசு கொடுத்தா நான் இந்த மூஞ்சி எடுத்துட்டு போறேன் சார். എത്രയാ? சேச்சுக்கிட்ட கேளுங்க, அவங்க சொல்லுவான். അവള് തന്നോളാന്ന് പറഞ്ഞില്ലേ? ഓടോ. എന്താ ചെലവം രാവിലെ പ്രശ്നം? ஒண்ணும் இல்ல சார், சின்ன ஒரு மூஞ்சி பிரச்சனம். ஏன் மூஞ்சி? താൻ ഇത്തവണ കൊടുത്ത സാരി ഉഗ്രൻ. ഓഹോ. ആ സ്റ്റഫിലെ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കണം. ஓகே சார். മോളവിടെ ഉണ്ട്, ചെന്ന് പൈസ വാങ്ങിച്ചോ. சரி சார், பாருங்க இந்த மாதிரி ഓടോ, ഓടോ. மூஞ்சிய பாரு. ஐயா. എന്തായിരുന്നു ഇന്നലെ രാത്രി ആ ഓട്ടോക്കാരനുമായിട്ടൊരു ഈശാപോശ? അത് സാറിന് എല്ലാവരും ഓടക്കാറുള്ള കാരണം തന്നെ. ഞാൻ കേട്ടു. അതൊരു ഇഷ്യൂ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങി വരായിരുന്നതാ. അതേതായാലും നന്നായി. ഞാൻ ഈ ഓട്ടോറിക്ഷ കയറാറേ ഇല്ല. വല്ലപ്പോഴും ബൈക്കിന് തകരാറ് പറ്റി ഒന്ന് കയറേണ്ടി വന്നാൽ തന്നെ 2-3 രൂപ കൂടുതൽ ചോദിച്ചാൽ ഞാനങ്ങ് കൊടുത്തേക്കും. മീറ്ററിൽ കാണുന്നതിനേക്കാൾ 5 പൈസ കൂടുതൽ കൊടുക്കരുന്നുള്ള എന്റെ ഒരു വാശിയാ. ഈ കോളേജ് ലെക്ചർമാർക്ക് വെഹിക്കിൾ വാങ്ങാൻ ലോൺ കിട്ടുമല്ലോ. സാറിന് ഒരു 2 വീലർ വാങ്ങിച്ചൂടെ? ഞാൻ എപ്പോഴും പറയും, പ്രേമേട്ടൻ കേൾക്കണ്ടേ? ട്രാൻസ്പോർട്ട് കോർപ്പറേഷനൊക്കെ ഇപ്പൊ തന്നെ നഷ്ടത്തില്ല. എല്ലാവരും വണ്ടി വാങ്ങിക്കാൻ തുടങ്ങിയാലേ അവർ കോർപ്പറേഷൻ പൂട്ടേണ്ടി വരും. ആ കണ്ടുപിടുത്തം കൊള്ളാം. വേഷത്തിൽ മാത്രമല്ല പ്രവൃത്തിയിലും സാർ ഒരു ഗാന്ധി ആണല്ലോ. ഞാനിവിടെ ഉണ്ട് മോളെ. ഒരു നിമിഷം കണ്ടില്ലെങ്കിൽ ഇതാ കുഴപ്പം. ഇതാ വരുന്നു, ചെല്ലട്ടെ. ഇനിയിപ്പോ രാധികയെ പോലെ ബൈക്കിന്റെ പുറകെ കയറി കറങ്ങാത്തതിന് കുറവുള്ളൂ. എന്താ? പുറത്തെന്തോ ഒരു ശബ്ദം കേട്ടു. നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. പോകണ്ടെന്നല്ലേ പറഞ്ഞത്? ഇവിടെ ടോർച്ച് എടുത്ത് ഞാൻ പറയാം. ഒരാള് ഗേറ്റ് ചാടി അകത്തോട്ട് കയറി കയ്യോടെ പിടിക്കാലെന്ന് കരുതി ഞാനും പുറകെ കയറിയതാ. പരന്തു പൈതാഹുവാഹേ, പക്ഷെ അവൻ പൊയ്ക്കളഞ്ഞു. ആളെ മനസ്സിലായോ? ആളെ മനസ്സിലായെങ്കിൽ ഇപ്പൊ തന്നെ പിടിക്കണോ? പിന്നെ സൗകര്യം കിട്ടുമ്പോ പിടിച്ചാ പോരെ? കള്ളന്മാരുടെ ശല്യം കൂടി വരികയാണല്ലോ. ഇന്നലെ രാത്രി എന്റെ മുറിയുടെ ജനാലയ്ക്കൽ ആളനക്കം കേട്ടു. ഞാൻ പറയാഞ്ഞതാ. കുട്ടി പഠിച്ച കുട്ടിയല്ലേ? അങ്ങനെ അനക്കം കേൾക്കുമ്പോ ഹിന്ദിയിലോ മലയാളത്തിലോ വെച്ച് വെച്ചാ പോരെ? ഇംഗ്ലീഷിലോ ചോദിച്ചാലും മതി, എനിക്ക് മനസ്സിലാവും. അത് കേൾക്കുമ്പോ ഓടി ഒന്ന് പിടിക്കാലോ. ബാങ്ക് മാനേജരുടെ വീട്ടിൽ നിറച്ച് പണവും മണ്ടം ഉണ്ടെന്നായിരിക്കും കള്ളന്റെ വിചാരം. ആമനെ സാമനെ സാറ് വിഷമിക്കണ്ട, അവനെ ഞാൻ ഒതുക്കും. ഇന്ന് രാത്രി സാറിന്റെ വീടിന്റെ ഗേറ്റ് വിട്ട് ഞാൻ എങ്ങും പോകുന്നില്ല. സാറ് സുഖമായിട്ട് പോയി കിടന്നുറങ്ങണം. ഇന്ന് ഞാൻ ഉറങ്ങുന്നില്ല. ആഹാ, അപ്പൊ താൻ എന്നും രാത്രി ഉറങ്ങുമല്ലേ? ചുമ്മാ അല്ല കള്ളൻ ഇവിടെ വിട്ട് പോകാത്തത്. അയ്യോ, സാർ എന്നെ തെറ്റിദ്ധരിച്ചു. ഈ കത്തി അബദ്ധത്തിൽ ഉറയിൽ നിന്ന് ഊരിപ്പോയതുകൊണ്ട് ചൂട് ചോര കാണാതെ എനിക്ക് ഉറക്കം വരില്ലെന്നാ പറഞ്ഞത്. അതിനൊരു കോഴിയെ കൊന്നപ്പോഴേ പോരാ. മേരാ പിതാജി മക്കൻ സിംഗ് ഈ കത്തി ഹേ. മനുഷ്യന്റെ ചോര തന്നെ കാണണം. അത് കാണുന്നവരെ ഈ കത്തി ഉറക്കി വെളിയിൽ കിടക്കുന്നുണ്ട്. സാറിന് വിരോധമൊന്നും ഇല്ലല്ലോ. തന്റെ കത്തി ഉറക്കി വെളിയിലോ അകത്തോ എവിടെ കിടന്നാലും ഇവിടെ കള്ളന്റെ ശല്യം ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം. സോജ സുഖമായിട്ട് ഉറങ്ങിക്കൊള്ളൂ. എനിക്ക് തോന്നുന്നത് ഇതാ ഗൂർഖാട് തന്നെ പണിയാന്നാ. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ മോഹൻലാലിന് വേണ്ടി ശ്രീനിവാസൻ കള്ളനായില്ലേ? ശരിയാ, കള്ളന്റെ ശല്യം ഉണ്ടെന്ന് വരുത്തി തീർത്താ അയാൾക്ക് സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാലോ. വല്യമ്മയ്ക്ക് സുധിയ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. ടെറസിന്റെ മുകളിൽ നിന്ന് കയ്യും കാലും കാണിക്കുന്നത് വല്യമ്മ കണ്ടു. അതിനുള്ള ധൈര്യം സുധിക്കുണ്ടോ? കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല. മറ്റൊമാരുടെ ഗ്യാങ്ങിപ്പെട്ടല്ലേ, വിശ്വസിക്കാൻ കൊള്ളില്ല. ബോയ് ഫ്രണ്ടിനെ കുറ്റം പറഞ്ഞ പെണ്ണിന്റെ പരിഭവം വേണ്ടില്ലേ?
നീയാണോടാ പ്രവീൺ? അതെ സാർ. പോടാ അവിടെ. മോനെ, എന്താ? നീയാണോടാ ബാങ്ക് മാനേജർ വീട്ടിൽ പെൺകുട്ടി മാല പൊട്ടിച്ചത്? ഞാനല്ല. എന്നെ തല്ലരുത് സാറേ. കള്ളം പറയുന്നോ? എവിടെ എന്റെ കൂട്ടുകാരി? ഞാൻ കാണിച്ചു തരാം സാർ. എന്റെ മോനെ കൊണ്ടുപോകല്ലേ. മോനെ കൊണ്ടുപോകല്ലേ സാറേ. എനിക്കറിയില്ല സാർ. അതൊക്കെ കേട്ടു. ആരാ ഈ സുധീന്ദ്രൻ? എന്റെ ബ്രദറിലോയാ. എന്താ സാർ? അപ്പുറത്തെ കുട്ടിയുടെ മാല പൊട്ടിച്ചതിന്റെ പേരിൽ ഒരു പെറ്റീഷൻ ഉണ്ട്. സുധീന്ദ്രന്റെ പേരിൽ സംശയമുണ്ട്. ഇവനാ അവനെ ജീവിക്കല്ലേ? ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. ഇല്ല, ഞാൻ മോടിച്ചിട്ടില്ല. ഇത് മോഷ്ടിച്ചിട്ടില്ല. ഞാൻ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ മോടിച്ചിട്ടില്ല. അളിയാ, ഞാനൊരു തെറ്റ് ചെയ്തു. ഞാൻ മോടിച്ചിട്ടില്ല. ചേച്ചി, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. അവനെ കൊണ്ടുവരണം. അളിയാ. ചെല്ല് പ്രേമേട്ട. പെറ്റീഷൻ കൊടുക്കണ്ടായിരുന്നു. ഞാൻ പ്രേമന്റെ മുഖത്തെ എങ്ങനെ നോക്കും? നോക്കി നിൽക്കാത്തൊന്ന് രക്ഷിക്ക് പ്രേമേട്ട. ഒന്ന് ചെല്ലു പോലെ. സുധി. ആ സുധി ഇറങ്ങിവിട്. ഇവന്മാര് പറയുന്നത് സത്യമാണെങ്കിലും അല്ലെങ്കിലും യഥാർത്ഥ പ്രതിയെ കിട്ടുന്നവരെ ഈ കേസുമായി അവന് ബന്ധമില്ലെന്ന് ഉറപ്പിക്കണ്ട. പിന്നെ നിന്റെ റിസ്കിൽ ഇപ്പൊ വിടുന്നതേ ഉള്ളൂ. ഈ പയ്യൻ ആളത്ര കുഴപ്പക്കാരനൊന്നുമല്ല. പക്ഷെ കൂട്ടുകെട്ടൊരു അല്പം മോശമാ. ആ, ആവശ്യം വരുമ്പോ പറഞ്ഞാ മതി, ഞാൻ ഹാജരായിക്കൊള്ളാം. എനിക്ക് തോന്നുന്നത് സതിയുടെ മാല പൊട്ടിച്ചത് ഏതോ ഒരു പ്രൊഫഷണൽ ക്രിമിനൽ ആയിരിക്കണം. ഹെൽമെറ്റ് വെച്ചിരുന്നത് കൊണ്ടാണ് സതിയും കൂട്ടുകാരികളും ഇവരെ തെറ്റിദ്ധരിച്ചത്. ഈ ഗാങ്ങിന്റെ പേരിൽ നേരത്തെ ഒരു പെറ്റീഷൻ ഉണ്ടായിരുന്നുകൊണ്ട് സാർ ഇവരെ സംശയിച്ചു. മരുന്ന് കച്ചവടം നിർത്തി നീ പോലീസ് ചേര്. അയ്യോ വേണ്ട, ഈ നിരപരാധികളൊക്കെ പിടിച്ചിടിക്കാൻ എനിക്ക് വയ്യ. എന്നാ സാറിയല്ലേ, ഞാൻ ആ മാലയും തപ്പി എടുക്കട്ടെ. ശരി, പോവാം. താങ്ക് യു. ബോയ്സ് വാ. ഇത്രയ്ക്ക് കണ്ണി ചോരയില്ലാതെ പോയല്ലോ. ഒന്നുമില്ലെങ്കിലും അവൻ എന്റെ അനിയനല്ലേ. അവന് പോലീസ് കൊണ്ടുപോയപ്പം ഓടിക്കൂടിയവർക്കുണ്ടായ വിഷമം പോലും പ്രേമേട്ടനുണ്ടായില്ലല്ലോ. ഇക്കണക്കിന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും പ്രേമേട്ടൻ കയ്യും കെട്ടി നോക്കി നിൽക്കത്തേ ഉള്ളൂ. മാല വലിച്ചു പൊട്ടിക്കാൻ നിനക്ക് ഉദ്ദേശമുണ്ടോ? ആര് വലിച്ചു പൊട്ടിച്ചെന്നാ? കൈ നിറയെ കാശ് കണ്ടേ ഞാൻ വളർന്നത്. പിടിച്ചു പറിക്കേണ്ട ഗതികേടൊന്നും എന്റെ അനിയന് വന്നിട്ടില്ല. പിന്നെ ഇവിടെ പോലീസ് വന്നത് അവന് സെക്യൂരിറ്റി നിൽക്കാനാണെന്ന് നീ വിചാരിച്ചത്? താമസമായിട്ട് മാസം 3 ആയിട്ടില്ല. അതിനുമ്പ് പെരക്കകത്ത് പോലീസ് കയറി. എന്നിട്ടും അനിയനെ ന്യായീകരിക്കുക. തെറ്റ് ചെയ്താൽ ശാസിച്ചുകൊണ്ട് ചത്തുപോത്തൊന്നുമില്ല. ശാസിക്കേണ്ടെന്ന് ആര് പറഞ്ഞു? ഒരു അപകടം വരുമ്പോ കൈ ഒഴിയരുതെന്ന് പറഞ്ഞുള്ളൂ. അവള് പറഞ്ഞതുള്ളതാ. എന്തോ ആയിക്കോട്ടെ, അവനെ പോലീസുകാര് കൊണ്ടുപോയപ്പോ നീയൊന്ന് തിരിഞ്ഞു നോക്കാൻ ഞാൻ നെറുകേടായിപ്പോയി. പെണ്ണ് കേസിനും പിടിച്ചു പറിക്കൊക്കെ അകത്തായവരെ ജാമ്യത്തിലെടുക്കാൻ എനിക്ക് ഇത്തിരി ചളിപ്പുണ്ട്. ഞാനേ മാനിനായിട്ട് കഴിയുന്ന കോളേജ് അധ്യാപകനാ. സ്റ്റുഡൻസിന്റെ ഇടയിൽ എനിക്കൊരു വിലയൊക്കെ ഉണ്ട്. അത് പോയാലേ പന്ത് തട്ടുന്ന പോലെ അവന്മാരെന്നെ തട്ടി കളിക്കും. മനുഷ്യന് ഉപകാരമില്ലാത്ത മാന്യത ആർക്ക് വേണം? അപ്പുറത്ത് അദ്ദേഹത്തെ കണ്ട് പഠിക്ക്. എത്രയോ വലിയ മനുഷ്യരുമായിട്ട് ബന്ധമുള്ള ആളാ. സുധി പോലീസ് സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞ ആ നിമിഷം മാന്യത നോക്കാതെ ഓടിച്ചെന്നില്ല അവൻ ഇറക്കാൻ. ആ മനുഷ്യന്റെ കാല് കഴുകി വെള്ളം കുടിക്കണം. നീ ഇതോടെ പോന്നു വീട്ടിലേക്ക്. എന്തിന്? ഞാൻ പറഞ്ഞു നിന്നോട് പോവാൻ. ഞാൻ ആർക്കും ഒരു ശല്യമാവുന്നില്ല, പോവാണ്. എന്റെ പൊന്നളിയ, അടങ്ങി ഒതുങ്ങി കഴിയാമെങ്കിൽ നീ ഇവിടെ തന്നെ നിന്നോ. എന്തിനു നിൽക്കുന്നത്? അവൻ കാരണം ആരുടെ മാന്യത നശിക്കണ്ട. നീ നിന്റെ പാട് നോക്കി പോവാൻ നോക്ക്. അതെ, കേസും പ്രശ്നമൊക്കെയായിട്ട് ഇപ്പൊ അങ്ങോട്ട് ചെന്നാലെങ്ങനെയാ? അച്ഛന് സുഖമില്ലാണ്ടിരിക്കല്ലേ? അച്ഛനെ കുറിച്ച് വിചാരമുള്ള ഒരാള്, ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന മനുഷ്യനാ. ഒന്ന് പോയി കാണാന്ന് എത്ര നാളുകൊണ്ട് പറയുന്നു. അപ്പോഴൊക്കെ കുറെ മുടന്ത ന്യായങ്ങളുണ്ട്. സ്പെഷ്യൽ ക്ലാസ്സാ, ടെസ്റ്റ് പേപ്പറാ, പേപ്പർ വാല്യുവേഷനാ. ഞങ്ങളൊന്നും കോളേജിൽ പഠിച്ചിട്ടില്ലല്ലോ. അച്ഛന്റെ മുമ്പിൽ ഭർത്താവ് ചെറുതാകരുതല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും പറയാതിരിക്കുകയായിരുന്നു. മകനൊരാപത്ത് വന്നപ്പോ മരുമകൻ സഹായിച്ച കാര്യം ഇനിയിപ്പോ അച്ഛൻ അറിയട്ടെ. എന്തിനു നോക്കി നിൽക്കുന്നത്? ചെല്ല്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ സുലോചനെ? ഒന്നും ആലോചിക്കാനില്ലമ്മേ. കണ്ണി ചോരയില്ലാത്തവരുടെ കൂടെ ശ്വാസം മുട്ടി കഴിയാൻ അവൻ ആരോരും ഇല്ലാത്തവനൊന്നുമല്ല. എന്റെ സുലോചന, ഇവനിപ്പോ പോയാൽ ശരിയാവത്തില്ല. കേസന്വേഷണം പൂർത്തിയാകാത്തതുകൊണ്ട് അവരുടെ കണ്ണിൽ ഇവനിപ്പോഴും കുറ്റവാളിയാ. ഇവൻ നാട്ടിൽ പോയി നിന്നാലേ പോലീസുകാർ വരുമ്പോ ഞാൻ സമാധാനം പറയണ്ടേ? ഓഹോ, അതുകൊണ്ടാണ് നിൽക്കാൻ പറഞ്ഞത്. കണ്ടല്ലോ സ്നേഹം. ഇനിയും നിനക്ക് അളിയന്റെ കൂടെ നിക്കണോടാ?
ഒരു സംശയത്തിന്റെ പേരിൽ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയി എന്ന് വെച്ച് അത് ഇത്ര വലിയ ഇഷ്യൂ ആക്കാനുണ്ടോ? സതിയുടെ മാല പൊട്ടിച്ചത് സുധിയോ സുധിയുടെ ഫ്രണ്ട്സോ അല്ല. ഇന്നോ നാളെ ഫിറോസ് അവനെ പൊക്കും. സാർ ഇരിക്കെ. താങ്ക് യു. ഇരിക്കേ. ഈ ക്രിമിനൽസിനെ തൊട്ടു നോക്കി പിടിക്കാനുള്ള സൗകര്യം ഒന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇല്ല. അപ്പൊ പിന്നെ കേസന്വേഷണമായിട്ട് കുറെ നിരപരാധികളും ബന്ധപ്പെട്ടു എന്ന് വരാം. നമ്മളൊക്കെ എഡ്യൂക്കേറ്റഡ് അല്ലേ, സഹകരിക്കണം അല്ലേ? മോളെ രാജീവിന് ചായ കൊടുക്ക്. അയ്യോ ഇപ്പൊ വേണ്ടമേ. ഇയാളെന്താ ഈ ബാഗും തൂക്കി പിടിച്ചോണ്ട് ഇവിടെ നിൽക്കുന്നത്? കൊണ്ടകത്ത് വെക്കേ ചെല്ലേ. കേട്ടോ സാറേ, പോലീസിന് ഇവിടെ വരുമെന്ന് പേടിക്കണ്ട. ഞാൻ ഫിറോസിനോട് പറഞ്ഞിട്ടുണ്ട്. 11 മണിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഞാൻ അറിയട്ടെ. സാറേ ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. മണ്ടത്തരമല്ലേ കാണിച്ചത്? ഈ വക കാര്യങ്ങളൊക്കെ എപ്പോഴും സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം.